നമ്മളങ്ങനെ കുന്താപുരം എത്തി. കുന്താപുരം 7:30 എവിടെയെങ്കിലും നിർത്തി ചായ കുടിക്കണം. ഇവിടെ ഒന്ന് നിർത്തി വണ്ടിയെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് പോവാണ്. രാജാവ് ഇരിക്കണുണ്ടോ? ഇല്ല, കാണുന്നുണ്ടോ? കാണുന്നില്ല? ഉണ്ടോ? ഒറ്റ ഹായ് കൊടുക്ക്. ചെറിയൊരു തണുപ്പുണ്ട്. പശു ചാടുവോ? ഇത് കണ്ടില്ല. നമ്മളിപ്പോൾ അങ്ങനെ ഗോവയെല്ലാം പോകുന്ന ഹൈവേയിലല്ലേ. ഇവിടെ നമുക്കൊരു 300 സംതിങ് കിലോമീറ്ററാണ്. 150-160 കിലോമീറ്ററാണ് കാലിക്കറ്റുള്ളത്. ഈ രാവിലത്തെ ആകാശം കാണാൻ പ്രത്യേക ഭംഗിയാണ്. സൂര്യ ഇതാ വന്നോണ്ടിരിക്കുക. രക്ഷയില്ല സൂര്യന. മേഘത്തിൻ്റെ ഉള്ളിലാണുള്ള സൂര്യൻ. സമയം 8 മണി. അടുത്ത ടോളെത്തി. തുറക്കടേ. ഓരോ പ്ലേറ്റ് ഇഡ്ഡലിയും കഴിച്ച് ആ പ്ലേറ്റ് പുലാവ് കഴിക്കാം. ഇതിന് ചോറൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെയാണ് നമ്മളെ വണ്ടി. ആ ബോർഡിൻ്റെ അപ്പുറത്ത് ചായക്കട തന്നെ അങ്ങ് പോയി ചായ കുടിച്ച് കഴിയാം. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ച് ഈ പമ്പിൽ കുറച്ച് എണ്ണ അടിച്ചിട്ട് വിടണം. ചൂടുണ്ടോ? ചൂടുണ്ടോ?
हाँ कैमरा है कैमरा हाँ रिकॉर्डर है हाय बताओ हाँ हाँ तो पंपिले पണിക്കാരാ कैमरा കണ്ടിട്ട് ചോദിക്കാം 10,000 का हाँ जीरो ഓക്കെ ഡീസൽ അടിച്ചു ഇനി ഒരേ പോക്ക അടച്ചല്ലേനാ ഇനി എവിടെ നിർത്താനൊന്നുമില്ല വേഗം വിടണം ബോർഡർ എത്താനായി ഫുഡ് കഴിക്കാൻ നിർത്തിക്ക നമ്മളിന്ന് ഉണ്ടാക്കിയൊന്നുമില്ല പുറത്തുനിന്ന് കഴിക്കുന്ന ടോൾ ഗേറ്റ് കഴിഞ്ഞ് ഇവിടെ നിർത്തിക്കാം ഹോട്ടലുണ്ട് കെട്ടിനൊന്നും കുഴപ്പമില്ല ബെൽറ്റും കുഴപ്പമില്ല ഞങ്ങളെ വണ്ടി ഇവിടെ നിർത്തിയിട്ട് ഇവിടെ ചെറിയൊരു കടയിൽ നിന്ന് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നത് ചോറ് വന്നു ഉപ്പേരി വന്നു അച്ചാർ വന്നു കടല വന്നു അപ്പോൾ കഴിക്കട്ടെ ഫുഡെല്ലാം കഴിച്ച് നമ്മളെ പിന്നെയും പോക്കായി കേരള ബോർഡർ എത്താനായി കരിമ്പ് തിന്നിട്ട് മൊത്തം ഇവിടെയുള്ള പൊടി പൈസ 400 രൂപ ഏറൊക്കെ കയറ്റി നമ്മൾ മെല്ലെ വിടാം ഏതാനും നിമിഷം കൊണ്ട് നമ്മൾ കേരളത്തിൽ കാല് കുത്തുന്നതായിരിക്കും ആയി കേരളം ഉണ്ടെങ്കിൽ കേരളത്തിലല്ലേ ലോട്ടറി ഉണ്ടാവുള്ളൂ ഇപ്പോൾ കേരള ബോർഡറായി ലോട്ടറി കട കണ്ടു കഴിഞ്ഞാൽ കേരള ബോർഡറായി ടോളിൻ്റെ ഇപ്പുറത്തെ ഡിവൈഡറിൻ്റെ ഇപ്പുറത്ത് കേരള നമ്മളങ്ങനെ കാസർഗോഡ് കയറി റോഡ് മൊത്തം കാലി സ്മൂത്തായിട്ട് പോകുന്നുണ്ട് പുഴയിൽ നിന്ന് മണലെടുക്കുന്ന പരിപാടി ഇപ്പോഴും ഉണ്ടാകും അതുകൊണ്ട് പുഴയിൽ നിന്ന് മണലെടുക്കുന്ന കാഴ്ചയത് തോണിയിലൊക്കെ എത്തിയിട്ട് പിന്നെ ലോറിയിലേക്ക് കയറ്റുന്നു റോഡ് പണിയാണ് നമ്മളിപ്പോൾ അങ്ങനെ കാഞ്ഞങ്ങാട് ബേക്കൽ ഫോർട്ട് റോഡ് കയറി അത്യാവശ്യം നല്ല കയറ്റാണ് ഇപ്പോൾ അവിടെ വീഡിയോ പറഞ്ഞ അറിയില്ല ഇവിടെ നമുക്കൊരു ഫ്രണ്ട് ഉണ്ട് കാസർഗോഡ് എൻ്റെ കൂടെ ഈ കുവൈത്തിൽ വർക്ക് ചെയ്താ ഇപ്പോൾ ഇവിടെ ടൊയോട്ടോയിൽ വർക്ക് ചെയ്യുന്ന വിളിച്ചു നോക്കി മൂപ്പര് കുറച്ച് തിരക്കിലെല്ലാം കാണാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്
ഓഫീസിൽ വർക്കിനിടയിലാണുള്ളത്. മീൻ പറ്റിച്ച അവനെന്ന് കാണണം. കീർത്തി എന്നാ പേര്, കീർത്തി. പെണ്ണിൻ്റെ പേര് വരില്ല, പക്ഷേ ആണാണ്. ആ കമ്പനി നമ്മൾ വന്നതിന് ശേഷം കുറേ നമ്മളെ ആൾക്കാരെല്ലാം കുറിച്ച് പറഞ്ഞേക്കും. നല്ല കമ്പനി ഒഴിവാക്കി വന്ന് ഞാൻ നിർത്തി വന്ന്, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് നിർത്തി വന്നു. നല്ലൊരു കമ്പനിയായിരുന്നു. അവിടെ നിന്ന് നിർത്തിയിട്ട് എല്ലാവരും നമ്മളിങ്ങനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴും ഓരോരുത്തർ പറയാനുണ്ട് എന്തിൻ്റെ ഇടയിലും അവിടെ നിന്നാൽ പോരേന്ന്. പക്ഷെ നമ്മളെ ഫീലിങ്സ് നമുക്കെല്ലാം അറിയല്ലോ. ഒക്കെ വലിയ കഥയാണ്. ഇങ്ങനെ പോട്ടെ. നമ്മളിപ്പോൾ അങ്ങനെ തൃക്കണ്ണാട് ബേക്കൽ പുഴയുടെ അടുത്തെത്തി. അപ്പുറത്തെ കടലാണ്. ഇവിടെ അങ്ങനെ കണ്ണൂർ റോഡിൽ കയറണം. കണ്ണൂർ റോഡിലേക്ക് കയറണം. മൊത്തത്തിൽ തന്നെ ഒരു 151 കിലോമീറ്ററാണ്. എണ്ണ ഇപ്പം 1/4 ടാങ്കിയാണല്ലോ. ഇനി മുതലാളിനോട് എണ്ണക്ക് പൈസ ചോദിച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലും കേൾക്കേണ്ടി വരും. ഈ എണ്ണയെല്ലാം എത്തിക്കണം. ഫുൾ ബ്ലോക്കാ. എഴഞ്ഞ് നീങ്ങുന്നു. കണ്ണൂർ റോഡ് കയറി കുറേ ഇങ്ങോട്ടെത്തി. റോഡ് പണിയിലായാലും നല്ല ബ്ലോക്കാണ്. അപ്പോൾ ഇവിടെ കുറച്ചും കൂടി ഇങ്ങോട്ട് എത്തിയിട്ട് ചായ കുടിക്കാൻ സൈഡാക്കി തട്ടുകട പോലത്തെ സെറ്റപ്പ് കാണുന്നുണ്ട്. അവിടെ ചായ കുടിക്കണം. ദേശമായിട്ട് ഇങ്ങോട്ട് പോയിട്ടുണ്ട്. നല്ല ആട്ടാ ചായക്കട. നമ്മൾ 2 മുട്ടയും ചായയും കഴിച്ചു. ഇപ്പോൾ നല്ല ആട്ടാ. എന്താ മൂടില്ല ഇമ്പുരി കുഞ്ഞനാ വലിയ മുട്ടായി തിന്ന് കിടക്ക്. അയ്യോ അയ്യോ. കരിമ്പിൻ്റെ തോലുണ്ട്, മൊത്തം ക്ലീനാക്കണം. ചായ കുടിച്ച് നമ്മൾ വീണ്ടും വിടുവാണ് ഗൈസ്. അവിടെ കുറച്ച് ഇനി കറക്റ്റ് ബ്ലോക്കിൻ്റെ ടൈം നമ്മൾ അവിടെ എത്തുക. 5 മണിയാണ് ബ്ലോക്കിൻ്റെ ടൈം. ആ രാത്രി 8-9 മണി വരെ അവിടെ ഉണ്ടാവും. ഞാൻ ബ്ലോക്കിലും കിടന്ന് എത്തണം. ചേട്ടൻ്റെ വണ്ടി ഇതാ പോകുന്നത്. ചാറ്റെല്ലാം തോന്നിയിട്ട് നമ്മളങ്ങനെ പഴയങ്ങാടി എത്തി. ഫുള്ള് ബ്ലോക്കാണ്. നമ്മളങ്ങനെ വളവട്ടണം എത്തി. പാലത്തിൽ ബ്ലോക്കായത് മുഴുവൻ. വളവട്ടണം പാലത്തിൽ ഇത്ര നേരമായി ബ്ലോക്കിൽ നിൽക്കണേ. പാലം ഒന്ന് പാസ്സാക്കി കിട്ടിയാൽ
രക്ഷപ്പെട്ടു. അങ്ങനെ 2 മണിക്കൂറായിട്ടും ബ്ലോക്കിൽ നിന്ന് ബൈപ്പാസ് കയറി പരക്കം പറ്റില്ല എല്ലാ വണ്ടികളും. സമയം 8:30ആയി. 10 മണിക്ക് ഒന്ന് കയറും വേണം. ചെറുതായിട്ട് മഴേൻ്റെ ചാട്ടിലുണ്ടായിരുന്നു. ഇല്ല തട്ടടയത് വിശന്നിട്ട് കൊട്ടലിൽ കരിയുന്ന എന്തോ ഫുഡ് കഴിച്ചിട്ട് ബാക്കി. അവിടെ ഇറങ്ങാനാവൂലടാ. എന്താ മഴയില്ല, നോക്കിയാ ചെറിയൊരു കാറ്റുള്ളൂ, അത് പെയ്യൂല. കഴിച്ചിട്ട് പോവാം. നമ്മളങ്ങനെ പാളയം മാർക്കറ്റിലെത്തി. ബസ് സ്റ്റാൻഡിൻ്റെ കുറച്ച് മുന്നോട്ടുള്ള ലെഫ്റ്റ് സൈഡിലേക്കുള്ള റോഡിലുള്ള വണ്ടികളിൽ കയറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു വേറെ വണ്ടിയും കൂടി ഉണ്ട്, അത് അൺലോഡാക്കുന്നതാണ്. പാളയം മാർക്കറ്റിൻ്റെ രാവിലത്തെ കാഴ്ച കാണിച്ചു തരാം. ഒടുക്കത്തെ തിരക്കെന്ന് വെച്ചാൽ ഒടുക്കത്തെ തിരക്കേനും. പായ എടുക്കുമ്പോഴത്തേക്ക് കുറച്ച് തിരക്ക് കുറഞ്ഞിട്ടുണ്ട്. എന്താ മേലെ കയറിയാൽ കറക്റ്റ് കാണാം. നമ്മളെ വണ്ടി ഇപ്പാണ് ലോഡ് ഇറക്കി തുടങ്ങിയത്. 6:45 7 മണിയാവനെ. ഇതാണ് പാളയം മാർക്കറ്റ്. പാളയം ബസ് സ്റ്റാൻഡാണ് കാണുന്നത് കേട്ടോ. വണ്ടി വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ലോഡെല്ലാം ഇറക്കി തിരിച്ചു പോവാണ്. അങ്ങനെ നമ്മളിപ്പോൾ താമരശ്ശേരി എത്തിയിരിക്കാം. മഹാരാഷ്ട്ര ട്രിപ്പ് കംപ്ലീറ്റ് ആക്കി. അങ്ങോട്ടുള്ള കഴിഞ്ഞ് ഇങ്ങോട്ടുള്ള കഴിഞ്ഞ് ഒക്കെ കംപ്ലീറ്റ് ആയി. ജയശേട്ടൻ വീട്ടിൽ പോവാണ്. ഞാനും എൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഫുൾ ഹാപ്പി.
ചേട്ടാ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ ആൾക്കാരോട്. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചെക്കനെ വിജയിപ്പിക്കുക. അപ്പോൾ ഞാനിവിടെ ഇറങ്ങും, എന്നിട്ട് ഞാൻ ബസ്സിന് കയറി പോകും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. അപ്പോൾ ഓക്കെ, ബൈ.